എങ്ങനെയുണ്ട് ബ്രീ? കൊള്ളാമോ? പിന്നെ സൂപ്പർ അല്ലേ? പാറു, നിന്റെ മുടി കളർ നന്നായിട്ടില്ലേ? പിന്നെ നന്നാവാതെ 10 പേരിന് പാറുനി നോക്കൂ. സത്യം ബ്രിയ പറയുന്നേ. ബ്രീ പറഞ്ഞ എനിക്ക് വിശ്വാസ. ഇനി ഞാനൊരു കലക്കും മോളെ. നിങ്ങളിങ്ങനെ പിണങ്ങിയിരുന്ന എങ്ങനെ? മനുഷ്യനെ ബോറടിപ്പിക്കുന്നതിൽ ഒരു പരിധിയില്ലേ? നീ എന്താ ഇങ്ങനെ ആലോചിക്കുന്നേ? ഇതിലും ഭേദം അങ്ങ് ചാകുന്നതായിരുന്നു. എടാ, ഒരു സത്യം പറയട്ടെ, ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യ, ഇവിടെയൊക്കെ വന്നിരിക്കുമ്പോ ഒരു പെണ്ണ് നമ്മുടെയൊക്കെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ. ഇതിപ്പോ ഒന്ന് വന്നപ്പോ പഴയ കാര്യം പറഞ്ഞ് ചൂടായി അതിനോട്. അതിനെന്താ പ്രശ്നം? എടാ, നിനക്ക് അറിയാൻ പാടില്ല എന്നിട്ടാ അതിന് വട്ടാടാ. ലോകത്തിൽ നീ ഒഴികെ ബാക്കി എല്ലാവർക്കും വട്ട്. നീ വലിയ യോഗ്യൻ. ആ ബൈക്കിന്റെ താക്കോലോടെ? എന്റെ അടുത്തുണ്ട്. അങ്ങടുത്തെ എന്തിനാ? അല്ല, തിരക്കിനിടെ എന്റെ കളഞ്ഞോണ്ടോന്ന് വെച്ചിട്ടാ. ആ അതിനൊന്നും സമയമില്ല മോനെ. ഫ്ലാറ്റിലേക്ക് ഇവിടുന്ന് ഒരുപാട് ദൂരമുണ്ട്. എന്നെ കൊണ്ട് നടന്നു പോകാനൊന്നും പറ്റില്ല. കീ എന്റെ കയ്യിൽ സേഫ് ആയിട്ടിരിക്കും. നീ അങ്ങനെ ഇപ്പൊ പോണ്ട. ചിഞ്ചു അവനോട് കമ്പനിയാണെങ്കിൽ എന്റെ കൂടെ വാ, ഞാൻ ശരിയാക്കി തരാം. അപ്പൊ ടോണിക്കുട്ടൻ? ഓ, ടോണിപ്പൊട്ടൻ അവൻ വരും, വാ. അവനിപ്പോഴും നിന്നെ എന്ത് ഇഷ്ടാന്നറിയോ? പക്ഷെ ആ ടീസിങ് കേസ് അവന്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞുപോയി. ഇത് എവിടെ നോക്കൂ, ഞാൻ ശരിയാക്കി തരാം. ആ പക്ഷേ ചെലവ് വേണം. ആനന്ദേട്ടന് എന്താ വേണ്ടേ പറഞ്ഞോ. ബാ. ദൈവമേ, ഈ വട്ടനും വട്ടിയും കൂടി കൊച്ചി തിരിച്ചു വെക്കൂ. കൊള്ളാടി നിന്റെ ഹെയർ കളർ. അത് റോഷന്റെ കാറല്ലേ? ഞാൻ വിളിച്ചോക്കട്ടെ. വിളി. ഹലോ ഹലോ, എന്താ മോളെ? റോഷൻ ഇപ്പൊ എവിടെയാ? ഞാനിവിടെ ഒരു മീറ്റിംഗിലാ, ഫോട്ടോ വെച്ചിൽ. എന്തു പറ്റി? ഒന്നുമില്ല, പിന്നെ വിളിക്കാം. ആ ശരി, ഓക്കെ. എന്താ നീ പറഞ്ഞ? ഫോട്ടോ ചെയ്തോ മീറ്റിങ്ങിന് പോയിരിക്കാന്ന്. ഇവിടെ നിന്നാ മതി, ഒരു മിനിറ്റ്. പണ്ട് കോഴിക്കോട്ടെ ചെങ്ങായിമാര് രാവിലെ ഓടാറിങ്ങുമ്പോ പിന്നാലെ പട്ടി കൂടിയ മാതിരിയായി. ഇത് ഇത്രയും വലിയ മാരണമാവെന്ന് ഞാൻ വിചാരിച്ചില്ല. എല്ലാം മനസ്സിലായല്ലോ. അസുഖമൊക്കെ മാറി എന്ന് കരുതിക്കോട്ടെ. കരുതണ്ട, മാറി. ആ എന്നാ ബാ. എങ്ങോട്ട്? പിന്നല്ലാണ്ട് നീ ഇവളുടെ കൂടെ നിൽക്കാൻ പോണോ? ടോണി, നീ എന്നെങ്ങനെ അന്യനെ കാണല്ലേ? എന്നാ ശരി, വാ പോവാം. പോവാം. അപ്പോ വളരെ കാലം കൂടി കണ്ടതിൽ സന്തോഷം. ഇനി കാണുമ്പോഴെങ്കിലും ബുദ്ധി ഉറയ്ക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ആനന്ദേ, എസ്കേപ്പ്. വേഗം വാടാ. എന്ത് പെണ്ണാടാ അത്? ഇപ്പോഴൊക്കെ എന്ത് ഭേദാന്നറിയോ? പണ്ടൊക്കെ വെക്കാരോടെങ്കിലും സ്നേഹം തോന്നിയാണ്ടല്ലോ പോക്ക അവന്റെ കാര്യം. അതെന്താ? അവന്റെ പുറകെ നടന്നവനെ സ്നേഹിച്ചു വെറുപ്പിച്ച് അപ്പുറത്തെ തലത്തിലെത്തിച്ചോളെ. അവക്കെന്താ സ്നേഹം ഒരു വീക്ക്നെസ് ആണോ? എന്താ നീ അങ്ങനെ പറഞ്ഞേ? അല്ല, നീ അവളെത്രയും ആട്ടിപ്പായിപ്പിച്ചിട്ടും നിന്റെ പിന്നാലെ തന്നെ കൂടിയില്ലടാ. വട്ടാടാ പണ്ടാരത്തിന്. പണ്ടെന്റെ പുറകെ തന്നെ ആയിരുന്നു. എന്നെ വേറെ ഏതെങ്കിലും പെൺകുട്ടി ഇഷ്ടമാണെന്ന് പറഞ്ഞ ഇവളാ കുട്ടിയുടെ ക്ലാസ് കയറി തല്ലുമായിരുന്നു. ഇവളുള്ള കാരണം ഈ ബാല്യകാല പ്രണയം എന്ന് പറഞ്ഞൊന്നും എനിക്കില്ലായിരുന്നു, അറിയോ? പാവം ചിഞ്ചു, അവക്ക് തന്നെ എന്ത് ഇഷ്ടാന്നറിയോ? നിങ്ങൾ ശരിക്കും ഭയങ്കര മാച്ചിങ് ആടാ. ആത്മാർത്ഥമുള്ളൊരു സുഹൃത്തിനെ ഇങ്ങനെ പറയാൻ പറ്റുള്ളടാ. യോ എടാ, ഹെൽമെറ്റ് ഞാൻ ആ കടയിൽ വെച്ച് മറന്നു പോകുന്ന. നീ ഒന്ന് പോയി എടുത്തിട്ടോ. എന്താ അളിയാ, ഇനി അവിടെ പോയാ പെണ്ണെ കാണൂ? ഒന്നും കുഴപ്പമില്ല, ചെല്ല്. കുഴപ്പമില്ലേ? ആ കുഴപ്പമില്ല, ചെല്ല്. നീ അവിടെ വന്നേ, അവള് വെറുത്തിട്ട് വന്നാ കേട്ടാ. എടാ നിക്കടാ, ഞാനുണ്ട്. എടാ വെറുത്തടാ, വെറുത്തു. ഇതിലും ഭേദം തൂക്കി കൊല്ലുന്ന. കയ്യിലാണെങ്കിൽ കാശുമില്ല.